സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഫ്രെഡി. എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്പെയിനിൻ്റെ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, ബീച്ച് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള മാലഗ എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്താണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാലഗ എന്ന് പറയുന്ന പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ്, എൻ്റെ സിറ്റിയാണ്. അവിടെ കാണുന്ന ഉയർന്ന ഗോപുരം ഇവിടുത്തെ മെയിൻ കത്തീഡ്രലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അൽ ഖസാബ എന്ന് പറയുന്ന ഒരു കാസിലിൻ്റെ മുകളിൽ നിന്നാണ്. പണ്ട് കാലത്ത്, അതായത് ഒരു 1200കളിൽ ഇവിടുത്തെ രാജാവ് അദ്ദേഹത്തിന് വേണ്ടി താമസിക്കാനും അദ്ദേഹത്തിൻ്റെ ഭരണസിരാകേന്ദ്രമായി പ്രവർത്തിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാസിലാണ് അൽ ഖസാബ. ഈ അൽ ഖസാബയുടെ എന്ന് പറഞ്ഞൊരു കുന്നിൻ്റെ മുകളിൽ ഒരു വലിയൊരു കാസിലാണിത് അൽ ഖസാബ. അതിൻ്റെ മുകളിൽ ഈ രാജാവിന് മൊത്തം പ്രജകളെയും രാജ്യം മൊത്തം കാണാനും ആ ടൗൺ പട്ടണം മുഴുവൻ കാണാനും വേണ്ടിയിട്ടാണ് ഇത്രയും ഉയരത്തിൽ ഇങ്ങനൊരു കാസിൽ പണിത് വെച്ചിരിക്കുന്നത്. ഈ കാസിലിൻ്റെ റൈറ്റ് സൈഡിലെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ്ലി അങ്ങകലെ മലകൾ കാണാം, പിന്നെ കത്തീഡ്രൽ കാണാം, ഇവിടെ കുഞ്ഞു കത്തീഡ്രലുകൾ കാണാം. അപ്പം പ്രജകളെ ഫേസ് ചെയ്ത് അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു കാസിൽ ഇവിടെ പണിതിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ കാസിലിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ബീച്ച് വ്യൂ ആണ്. തൊട്ടപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് സീ കാണാം. അപ്പോൾ കടലിലൂടെ വരുന്ന ആക്രമണങ്ങളെ മുൻകൂട്ടി കാണാനും അത് തടയാനും അത് നിരീക്ഷിക്കാനും വേണ്ടി കൂടിയാണ് ഈ ഒരു അൽ ഖസാബ എന്ന് പറയുന്ന ഒരു കാസിൽ ഈ രാജാവ് ഇവിടെ പണിതിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാം, ഇവിടെ ഇത് സ്പെയിനിലെ മലാഗ എന്ന് പറയുന്നത് സ്പെയിനിലെ സദേൺ സ്പെയിനിലുള്ള ഒരു കൊച്ചു പട്ടണമാണ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഇവിടുത്തെ പ്രധാന വരുമാനം ടൂറിസമാണ്. അപ്പം മലാഗയിലെ കാഴ്ചകളിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഞാൻ ഈ വൈകിയ വേളയിൽ സ്വാഗതം പറയുകയാണ്. ഒരു പനോരമിക് വ്യൂ ഞാൻ തരാം. മലാഗ സിറ്റി. ഇത് ബ്രിട്ടനിൽ നിന്നും 3 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര, ലണ്ടനിൽ നിന്നും 3 മണിക്കൂർ ഫ്ലൈറ്റ് യാത്രയ്ക്ക് ശേഷമാണ് ഇവിടെ എത്തുന്നത്. ടൈം സോൺ എന്ന് പറയുന്നത് GMT+1 ആണ് ഇവിടുത്തെ സാധാ ടൈം സോൺ. ഇപ്പം വിൻ്റർ ടൈം ആണെന്നുണ്ടെങ്കിൽ GMT+1, സമ്മർ ടൈം ആണെങ്കിൽ GMT+2. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ വിൻ്ററിലായതുകൊണ്ട് ഇത് GMT+1 ജനറലി ബ്രിട്ടൻ, അയർലൻഡ്, പിന്നെ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ടൂറിസ്റ്റുകൾ മാലഗയിലേക്ക് വരുന്നത്. അതിൻ്റെ കാരണം കുറച്ചും കൂടെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, അതായത് കുറച്ചും കൂടെ ചൂടുള്ള ക്ലൈമറ്റാണ്. ആഫ്രിക്കയോട് വളരെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇക്വേറ്ററിനോട് ഫർദർ അടുത്താണ്. എന്ന് വെച്ചിട്ട് ഭയങ്കര ചൂടാണെന്നല്ല. ഇപ്പോൾ നവംബറിൽ ഇപ്പോൾ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് പുറപ്പെടുമ്പോൾ 0 ഡിഗ്രി അല്ലെങ്കിൽ 1 ഡിഗ്രിയൊക്കെ ആയിരുന്നു അവിടുത്തെ കാലാവസ്ഥ. അത് ഞങ്ങൾ ഇവിടെ വന്നിറങ്ങിയപ്പോൾ 20 ഡിഗ്രിയാണ് ഇവിടെ. ഇന്നിപ്പോൾ ഇവിടെ 21 ഡിഗ്രിയാണ്. അപ്പോൾ ആ ഒരു എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണെന്നല്ല, 21 ഡിഗ്രി. ഒരു ലണ്ടനിൽ നിന്ന് വരുന്നവർക്ക് ഇത് നല്ലൊരു ചൂടുള്ള ഒരു പ്രദേശമാണ്. ഒരുപാട് കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നതായിട്ട് കാണാം. ഒരുപാട് മലനിരകളുണ്ട്, മലകളാണ് മൊത്തം. ഇവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ രാജാവ് ഇവിടെ ഈ കാസിൽ പണിയാൻ. മലകൾക്കിടയിലൂടെ ആണ് സാധനങ്ങൾ കൊണ്ടുവന്നത്. വലൻസിയയിൽ നിന്നും മാർബലയിൽ നിന്നൊക്കെയാണ് ഇവിടുന്ന് കല്ലുകൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു കൊട്ടാരം പണിയുന്നതിന്. ദാറ്റ്സ് ഓൾ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. സൈനിങ് ഓഫ്. യുവേഴ്സ് ഫ്രെഡി ത്രഗൻ. താങ്ക് യു.